കപടത മുഖമുദ്രയാക്കിയ പിണറായി സർക്കാരിന്റെ യഥാർത്ഥ മുഖം ഒരിക്കൽ കൂടി പ്രകടമാകുന്നു. പൂക്കോട് വെറ്ററിനറി കോളേജിലെ വിദ്യാർത്ഥികളുടെ റാഗിങ്ങിനെ തുടർന്ന് മരണപ്പെട്ട JS സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് സാമ്പത്തിക സഹായം നൽകാൻ സർക്കാരിന് വിമുഖത. മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും സ്വമേധയാ കേസ് പരിഗണിച്ച് സർക്കാരിനോട് വിശദീകരണം തേടിയിരുന്നു. സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് 7 ലക്ഷം രൂപ നൽകാനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയത്. എന്നാൽ സർക്കാർ ഇക്കാര്യത്തിൽ നിസ്സംഗത പാലിക്കുകയാണ്. സിദ്ധാർത്ഥന്റെ മരണകാരണം സംബന്ധിച്ച് CBIയുടെ അന്വേഷണ റിപ്പോർട്ട് കോടതിയുടെ പരിഗണനയിലായതുകൊണ്ട് സാമ്പത്തിക സഹായം നൽകാൻ കഴിയില്ല എന്ന നിലപാടാണ് സർക്കാർ കമ്മീഷനുകളെ അറിയിച്ചതെന്ന് അറിയുന്നു. അടുത്തിടെ വിദ്യാർത്ഥി സംഘടനത്തിൽ മരണപ്പെട്ട മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥിക്കും കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ട 4 വിദ്യാർത്ഥികൾക്കും ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിനിടെ മരണപ്പെട്ട തൊഴിലാളിക്കും സാമ്പത്തിക സഹായം നൽകിയ സർക്കാർ കോളേജ് ഹോസ്റ്റലിൽ മരണപ്പെട്ട സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് സാമ്പത്തിക സഹായം നൽകാൻ അമാന്തിക്കരുതെന്ന് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയും മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നു. SFIയിൽപ്പെട്ട ഏതാനും വിദ്യാർത്ഥികൾക്ക് റാഗിങ്ങിൽ പങ്കുണ്ടെന്ന ആരോപണം നിലനിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് മരണപ്പെട്ട സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് സാമ്പത്തിക സഹായം നൽകാൻ സർക്കാർ വിമുഖത കാട്ടുന്നതെന്ന് ക്യാമ്പയിൻ കമ്മിറ്റി കുറ്റപ്പെടുത്തി.